ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഏഞ്ചൽസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3 മാർക്കർ ചാലഞ്ച് ആണ്. അപ്പൊ ഈ 3 മാർക്കർ ചാലഞ്ച് നമ്മൾ എങ്ങനെ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിട്ട് ഇതിന്ന് 3 മാർക്കേഴ്സ് എടുക്കും. ഈ 3 മാർക്കേഴ്സ് എടുത്തിട്ട് നമ്മൾ ഈ കളറിംഗ് ഷീറ്റ്സ് കളർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം യൂണിക്കോണും ഒരെണ്ണം ഒരു ഡിയറിന്റെയും പിന്നെ ഒരെണ്ണം ഒരു ബട്ടർഫ്ലൈന്റെ ആണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരാള് ചെയ്യുമ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഒരാളായിരിക്കും ചെയ്യണത്, ഇത് വേറൊരാളായിരിക്കും ചെയ്യണത്. അടുത്ത പ്രാവശ്യം ലോട്ട് ഇടുമ്പോ ഇത് മറ്റാള് കളർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ലോട്ട് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 1 തൊട്ട് 3 വരെ എല്ലാ നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലോട്ട് ഇട്ടാലോ? ഏതാന്ന് നോക്കട്ടെ. എന്താ കിട്ടിയേ? എനിക്ക് 3 കിട്ടിയത്. എനിക്ക് ബട്ടർഫ്ലൈ ആണ് കിട്ടിയത്. അപ്പൊ നമ്മള് ഇതാണ് കളർ ചെയ്യാൻ പോണത്. ഇനിയാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. ഇതിന് നമ്മള് കളേഴ്സ് എടുക്കാൻ പോയി. എനിക്ക് ബ്രൗൺ എന്തായാലും കിട്ടൂല. എനിക്ക് ബ്രൗണും അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് എനിക്ക് വേണ്ട. അപ്പൊ ചിണ്ടു ആദ്യം സ്റ്റാർട്ട് ചെയ്യൂട്ടോ. അപ്പൊ ചേച്ചി കണ്ണടിച്ച് അയ്യേ, എന്റെ കളർ നോക്കിയേ. ഹോട്ട് പിങ്ക് ആണ് തോന്നുന്നത്. എന്റെ ബ്രൗൺ പോയിട്ടോ. ഹോട്ട് പിങ്കും ബ്രൗണും ബ്ലാക്കും. എന്താ ഇപ്പം ബ്ലാക്ക് ബ്രൗൺ അതിനും ഉപയോഗിക്കാം. ഇതാകെ ചീത്തയായി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പ്രാവശ്യത്തെ. പക്ഷെ ചിണ്ടുവിനേക്കാളും നല്ല ഉണ്ട് എന്റെ. കാരണം എന്റെ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ചിണ്ടുവിന്റെ കളേഴ്സ് നോക്കി എല്ലാവരും ഒരു പക്ഷെ ഇച്ചിരി ബ്രൈറ്റ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മള് കളർ ചെയ്യാൻ പോകണ്ടോ. അപ്പൊ ഞാൻ കളറിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിങ്സിന് ഞാൻ ബ്ലാക്കും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ട് കളറ് ചെയ്യാൻ പോവാണ് അവിടെ ഇവിടേക്ക് ആയിട്ട്. പിന്നെ ഞാൻ ബ്രൗൺ ബോഡിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പാറ്റേൺസ് ഒക്കെ ചെയ്യാം. അപ്പൊ അതേപോലെ 3 കളേഴ്സ് യൂസ് ആവും. അപ്പൊ അതാണ് എന്റെ പ്ലാൻ. ഞാൻ കളർ ചെയ്ത് വരുമ്പോ ഒരു മാജിക്കൽ ആയിട്ടുള്ളതായിട്ടേ വരുള്ളൂ. കാരണം ഈ കളേഴ്സ് എന്തായാലും ഇതിന് വർക്ക് ആവുക കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് വിചാരിക്കണെന്ന് വെച്ചാ പർപ്പിൾ ബോഡി പക്ഷെ നല്ല ഭംഗിയില്ല കാണാൻ. ഒരു നല്ലൊരു യൂണിക്കോണിന്റെ ഒരു ഇതുണ്ട്. ഡിയർ ആയാലും യൂണിക്കോണിന്റെ ഒരു നല്ലൊരു ഇതുണ്ട് കാണാൻ. അപ്പൊ ഞാൻ ഇത് എങ്ങനെ ചെയ്യണേന്ന് വെച്ചാ ബോഡി ഒക്കെ പർപ്പിള്, ഈ കൊമ്പ് ഞാൻ ബ്ലൂ കളർ കൊടുക്കും, പിന്നെ ചെവിക്ക് ഞാൻ പിങ്ക് കളറും കൊടുക്കും. എന്റെ ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ കളേഴ്സ് വെച്ച് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എനിക്ക് ചിന്നുവിന്റെ കളേഴ്സ് വേണമെന്നുണ്ട്. ചിന്നുവിന്റെ കളേഴ്സ് എന്ത് ബ്രൈറ്റ് ആണെന്ന് പറയാൻ. ഒരു ബട്ടർഫ്ലൈ ബ്രൈറ്റ് ആയിരിക്കണം, അല്ലാണ്ട് ബ്ലാക്ക് കളർ അല്ല. ബ്ലാക്ക് ബോഡി പക്ഷെ എന്റെ ഒരു ഇതില് ഒരു ബട്ടർഫ്ലൈ ബ്രൈറ്റ് ആയിരിക്കണം. ഇത് ഒരു രസമില്ലാത്ത കളേഴ്സ് എനിക്ക് കിട്ടിയത്. എന്റെ ബോഡി ഫുള്ള് പർപ്പിളാണ്. ബാക്കില് ചിണ്ടുവിന്റെ എന്റെ മാന് ഉജാലയിൽ അറിയാതെ വീണ് വിട്ട. ഞാൻ കൊമ്പിനൊന്ന് കളർ കൊടുക്കട്ടെ. ഇപ്പൊ കൊമ്പിന് ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കണത്. ചിണ്ടു പറയാം എന്റെ നഖമൊക്കെ പർപ്പിൾ അടിച്ചു വെച്ചുട്ടോ. ബോഡിയൊക്കെ എന്റെ ഒരു സ്റ്റോറി ഇല്ലേ, ഇങ്ങനെ ഏതോ ഒരു കുറുക്കൻ നീല പെയിന്റിൽ ഇടുന്നു. അതിന്റെ കുറുക്കനും നീല പെയിന്റും മാറ്റി മാനും പിന്നെ പർപ്പിൾ കളർ പെയിന്റ് ഒക്കെ ഗൈസ്, ഇതാണ് എന്റെ ബട്ടർഫ്ലൈ. അപ്പൊ എന്റെ ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് എന്റെ ബട്ടർഫ്ലൈ. ഞാൻ എനിക്ക് കിട്ടുന്ന കളേഴ്സ് വെച്ച് ഞാൻ ചെയ്ത് നോക്കി. ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ചിന്തുവിന്റെ ദേ ഇവിടെ കൊളോ എന്നാണ് അവള് പറയണേ. പൂവിന്റെ സൈഡൊക്കെ ഇച്ചിരി അടിച്ചു വെച്ചിട്ടുണ്ട് അവള്. പിന്നെ
ആയി കിടക്കണത്. എനിക്ക് ഡിയറിന് ഇഷ്ടമായി, പക്ഷെ ബാക്കിയുള്ളത് ആകെ കൊള്ളായി. കാരണം അതിങ്ങനെ വേറെ വേറെ ഷേപ്പിലായിരുന്നു. അതായിരുന്നു എനിക്ക് അങ്ങനെ പറ്റിയില്ല. അതായിരുന്നു എനിക്ക് ആ കളറും പിന്നെ ഇഷ്ടമായില്ല. ഇവിടെ ആണെങ്കിൽ ഇത് മാറിപ്പോയി. അപ്പൊ നമ്മള് കളർ ചെയ്തത് ഇതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ ഇപ്പൊ ലോട്ടൊന്നും എടുക്കണില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിച്ചു 3 റൗണ്ട് എടുക്കാം, അതിന്റെ ഫ്രണ്ടും ബാക്കും ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. പക്ഷെ നമ്മൾ കളർ ചെയ്തപ്പോ ആ ഫ്രണ്ടിൽ വന്നത് ബാക്കിൽ അങ്ങനെ കളറായി. അത് കാരണം നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ചിന്തുവിന്റെ ഡിയർ ആണ് എടുത്തേക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ബട്ടർഫ്ലൈ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കളേഴ്സ് ഈ പ്രാവശ്യം ചിന്തു രക്ഷപ്പെട്ടു കേട്ടോ. വീണ്ടും കളേഴ്സ് എനിക്ക് കിട്ടിയത് നശിച്ച കളേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് എന്റെ 3 കളേഴ്സ്. ഈ ഓറഞ്ച് ചേച്ചിക്ക് ഡിയറിന് അടിക്കാം. എനിക്ക് അതും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ലീഫിനൊക്കെ വേണ്ടി അടിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് കളർ ചെയ്യാം. അപ്പൊ അതെ ഞാനിവിടെ ഓറഞ്ച് അടിക്കാം കേട്ടോ. ബോഡിക്ക് നല്ല കളറാണ് എനിക്ക് കിട്ടിയേക്കണത്. ഭാഗ്യത്തിന് മുഖവും ഞാൻ ഓറഞ്ച് അടിക്കാം കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ അടിക്കണത് കാണിക്കാനുള്ള കാരണം അത് കുറെ സമയം എടുക്കും. അപ്പൊ നിങ്ങളെ ബോർ അടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഇവിടേക്ക് ആയിട്ട് നമ്മള് കളർ അടിക്കണതാണ് കേട്ടോ കാണിക്കണത്. എന്റെ കണ്ണ് ഞാൻ അറിയാതെ അടിച്ചിട്ട്. അപ്പൊ ഞാനിതെങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ കളർ കൊടുക്കും, പിന്നെ ഈ 3 കളറും കൂടി ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്റെ ഡിയറിന് ഇതാണ് അവസ്ഥ. മറ്റൊന്ന് അത്രയും കളർ അടിക്കാൻ ചിന്തുണ്ട്. ഇതാണ് അവസ്ഥ. ഞാൻ എന്താണെന്ന് അറിയില്ല. ഞാൻ അവിടെ എന്റെ കയ്യിൽ നിന്നൊക്കെ പെയിന്റ് അടിച്ചു. എന്റെ മാൻ കഴിഞ്ഞു ഗൈസ്. ചിന്തുവിന്റെ ഇതുവരെ കണ്ടില്ല കേട്ടോ. നല്ല ഭംഗിയില് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ കൊമ്പിന് ഞാൻ ഇതാണ് അടിക്കണം. അപ്പൊ വയലറ്റ് ആണ് അടിക്കുന്നത്. എന്റെ ദേ കഴിഞ്ഞു കേട്ടോ. ഓ ഇവിടെയും കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ എന്റെ കഴിഞ്ഞു കേട്ടോ. എന്റെ ഈ ബട്ടർഫ്ലൈ പൂ കുടിക്കുന്നതിന്റെ പൂവും കൂടിയും തീർക്കാനുള്ളൂ കേട്ടോ. ഗൈസ് എന്റെ ശരിയായി. അപ്പൊ ഗൈസ് നമ്മുടെ കളറിങ് ഒക്കെ കഴിഞ്ഞു കേട്ടാ. ഓ ചിന്തുവിന്റെ കൊറേ നേരം എടുത്തു. അവള് പതുക്കെ ഇത്രക്കും ചെയ്തു കേട്ടോ. എന്റെ ഇതാണ് കേട്ടോ ഫൈനല്. എന്റെ ഇവിടെ ഞാൻ പിങ്ക് അടിക്കണ്ടേന്ന് അറിയാതെ ഈ കളർ അടിച്ചു. അപ്പൊ വേറെ വഴിയില്ലായിരുന്നു. അതിന്റെ മുകളിൽ ഞാൻ പിങ്ക് അടിച്ചിട്ട് ഇവിടെയും കൂടി അങ്ങനെ ചെയ്തു. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഒരു പ്രശ്നമായിട്ട് അത് എന്റെ ഞാൻ വിചാരിച്ച മാതിരി തന്നെ വന്നു കേട്ടോ. ഇതാണ് എന്റെ ചേച്ചി വലിയ ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ്. ഓക്കെ അപ്പൊ ഇത് എന്റെ ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷം ചിന്തുവിന്റെ റൗണ്ടില് ചിന്തുവിന്റെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇതിന്റെ കളേഴ്സ് ശരിയായിരുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ 2 ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണേ. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഡേയില് ഇതെന്റെ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഒട്ടും മറക്കരുത് കേട്ടോ. എനിക്ക് എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. എനിക്ക് ഇതിൽ 2 എനിക്ക് എന്റെ ഇഷ്ടമായത്. ഇതിൽ 2 എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിന്തു എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. കാരണം ഇത് രണ്ടും നമുക്ക് കിട്ടിയത് ഭയങ്കര ചീത്ത കളേഴ്സ് ആയിരുന്നു. എനിക്ക് ബട്ടർഫ്ലൈക്ക് വേണ്ട കളറല്ല കിട്ടിയത്.
ചിണ്ടുവിന് ഇത് ഡിയറിന് വേണ്ട കളർ അല്ല കിട്ടിയത്. പക്ഷെ എനിക്ക് എന്റെ ഒരു മാജിക്കൽ ഡിയർ എന്ന് പറയാൻ പറ്റും. ചിണ്ടുവിന് നിയോൺ കളർ ഡിയർ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വേണ്ട കളേഴ്സ് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. എനിക്ക് നല്ല കളേഴ്സ് തന്നെയാണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.